നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 40 ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇനി ബാക്കി അതിലുള്ള ഒരു 10 ചോദ്യം അതേ നമുക്ക് വരുന്നുള്ളൂ. ബാക്കി പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അത് ഓൾറെഡി ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്സിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ കൂടി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് എന്തെങ്കിലും ഡൗട്ടുള്ളവർ, മാത്സിന് ഡൗട്ടുള്ളത് ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ലിങ്ക് കൂടി ഇട്ട് തന്നത്. അപ്പോൾ ടെലഗ്രാം ചാനലാണെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഇതിലെ 10 ചോദ്യങ്ങൾ നോക്കാം. 2025 ജോൺ ക്ലർക്ക്, മൈക്കൽ ഡോവറൈറ്റ്, ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? 2003 ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്. 2025 ജോൺ ക്ലർക്ക്, മൈക്കൽ ഡോവറൈറ്റ്, ജോൺ മാർട്ടിനിസ്. 2 ജോണും ഉണ്ട്, ഒരു മൈക്കിളും ഉണ്ട്. ഇവർ 3 പേർക്കും 2025 എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ നൊബേൽ പുരസ്കാരം ലഭിച്ച ആൾക്കാരാണ്. ഏത് വർഷം? 2025 2 ജോൺ ഉണ്ട്, ജോൺ ക്ലാർക്കും ജോൺ മാർട്ടിനിസും പിന്നെ മൈക്കിൾ ഡോവറൈറ്റ്. ഇവർക്ക് 3 പേർക്കുമാണ് 2025 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, ട്രിഷിയമാണ് വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇതിൽ ട്രിഷിയമാണ് വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ്. അടുത്തത് 43-ാമത്തെയാണ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ് ഇവിടെ സ്ഥിരമായിരിക്കുന്നത്? താപനിലയാണ് സ്ഥിരമായിരിക്കുന്നത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം താപനില സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന വാതക നിയമം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബോയിൽ നിയമമാണ്. ബോയിൽ നിയമത്തിലാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയും, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. ഇത് രണ്ടും വിപരീത അനുപാതത്തിലായിരിക്കും. നിയമത്തിൽ താപനിലയാണ് സ്ഥിരമായിരിക്കുന്നത്. അത് നമ്മൾ ഓർത്ത് വെക്കണം. അത് ഓർത്ത് വെക്കാനായിട്ട് അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ ടെമ്പറേച്ചർ കൂട്ടി കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം. ടെമ്പറേച്ചർ കൂട്ടിയും കുറച്ചും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് കിട്ടത്തില്ല. നമുക്ക് പെട്ടെന്ന് തിളച്ച് കിട്ടണം. തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. അപ്പോൾ ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ ബോയിൽ നിയമത്തിൽ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചർ സ്ഥിരമാക്കി വെക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ സ്ഥിരമാക്കിയിരിക്കുമ്പോൾ ബാക്കി 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വ്യാപ്തവും മർദ്ദവും. വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ബലൂൺ വീർപ്പിച്ച് ആ വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. ഇത് ഏത് നിയമത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ബോയിൽ നിയമത്തിനാണ് ഉദാഹരണം. വെള്ളത്തിനടിയിലേക്ക് ഒരു വീർപ്പിച്ച ബലൂൺ ഇറക്കി വെക്കുമ്പോൾ അവിടെ മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. മർദ്ദം കൂടുമ്പോൾ ബലൂണിൻ്റെ വ്യാപ്തം കുറയുന്നു. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? ഏതിൻ്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? 7-നേക്കാൾ കുറവെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് അസിഡിക് ആയിരിക്കും. അപ്പോൾ അസിഡിക് ഇതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, NH4Cl, അതായത് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിന്റെ ലവണ ലായനിയാണ് pH മൂല്യം 7-നേക്കാൾ കുറവ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഏതിൻ്റെയാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിന്റെ കണ്ടുപിടുത്തത്തിനാണ് 2025 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞു പോകാവേ. അടുത്തത്, കലാസാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്.
വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഇത് ആരുടെ വരികളാണ്? ഉത്തരം ഓപ്ഷൻ സി, പൂന്താനം നമ്പൂതിരി. പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയിലെ വരികളാണ് ഇത്. അടുത്തത്, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ, അതോടൊപ്പം തന്നെ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എൽദോസ് പോൾ. എൽദോസ് പോളിനാണ് 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ചിറക്കൽ, കണ്ണൂർ. കണ്ണൂരിലെ ചിറക്കലിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. അടുത്തത്, തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക്. കവങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചുള്ളതാണ് ഈ വിവരങ്ങൾ? ഇത് ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പടയണിയെ കുറിച്ചിട്ടുള്ളതാണ്. പടയണിയെ കുറിച്ചിട്ടുള്ളതാണ് ഈ വിവരണങ്ങൾ. അടുത്തത്, ഈ ക്വസ്റ്റ്യൻ പോലെ ലാസ്റ്റ് ചോദ്യമാണ്. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ശരിയായി ചേർത്തിട്ടുള്ളത്? നമുക്കറിയാം, ഉണ്ണായിവാരുടെ നളചരിതം ആട്ടക്കഥ, ഇത് ശരിയാണെന്ന് നമുക്കറിയാം. കോട്ടയത്ത് തമ്പുരാന്റെ കല്യാണ സൗഗന്ധികം, ഇതും ശരിയാണ്. ഇത് രണ്ടും ശരിയാണ്. ബാക്കി ഇരയിമ്മൻ തമ്പിയുടെയാണ് ഉത്തരാ സ്വയംവരം, ഇത് തെറ്റാണ്. ഇങ്ങോട്ടേക്കായിരുന്നു വരേണ്ടത്. അതുപോലെ അശ്വതി തിരുനാളിന്റെയാണ് അംബരീഷ ചരിതം. അപ്പൊ 1ഉം 2ഉം തെറ്റാണ്. ഇരയിമ്മൻ തമ്പിയാണ് ഉത്തരാ സ്വയംവരം, അശ്വതി തിരുനാളാണ് അംബരീഷ ചരിതം. ഉത്തരം വരുന്നത് 3ഉം 4ഉം. 3ഉം 4ഉം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. അപ്പോൾ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2026. ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിലെ 30 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക. തൊട്ടടുത്ത വീട്ടിലൊരു പട്ടിയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പട്ടി കുരയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത് തൊട്ടടുത്ത വീട്ടിലാണ്. ഒന്നും ചെയ്യാൻ മാർഗമില്ല, ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നല്ല ഡിസ്റ്റർബൻസ് ആണ്. നമുക്ക് അതിനോട് പോയി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ഥാപകൻ ആരെന്നാണ് ചോദ്യം. കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, കെ വാസുദേവൻ പിള്ള. കെ വാസുദേവൻ പിള്ളയാണ് ഹിന്ദി പ്രചാര സഭ, ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചതാണ്. പേരൊന്ന് ഓർത്തു വെച്ചോ, കെ വാസുദേവൻ പിള്ള. ഇനി ഒരുപക്ഷെ കാണാൻ ചാൻസ് ഉണ്ടെങ്കിലോ, ഇനി അത് ഏത് വർഷമാണ് തുടങ്ങിയത്? 1934 തിരുവനന്തപുരത്താണ് ഇങ്ങനെ ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത്. 1934 തിരുവനന്തപുരത്താണ് ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത്. കേരള ഹിസ്റ്ററിയിൽ തിരുവിതാംകൂർ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. താഴെ പറയുന്നവയിലെ റാണി ഗൗരി ലക്ഷ്മി ബായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. നമുക്ക് പ്രസ്താവനകൾ നമുക്ക് കൂടുതലും എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്ത് പോകാം. അപ്പോൾ നമുക്കറിയാം ലക്ഷ്മിബായിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ലക്ഷ്മിബായിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ലക്ഷ്മിബായിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഗൗരി പാർവതിബായാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പാർവതിബായി, 2 പായും അല്ലെ, അങ്ങനെയാണ് ഞാൻ ഓർത്തു വെച്ചേക്കുന്നത്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം പാർവതിബായിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് എന്തായാലും ഗൗരി ലക്ഷ്മിബായിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും കട്ട് ചെയ്ത് കളയാം. ഇവയെല്ലാം പിന്നെ 3 വന്നിരിക്കുന്ന ഓപ്ഷൻ സിയും, ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ആൻസറിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ 3 നമ്മൾ ഒഴിവാക്കി. പിന്നെ അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മിബായി ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടിമ കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? ഗൗരി ലക്ഷ്മിബായി ആണ്. വർഷം
1812 അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മിബായി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4 എന്തായാലും വേണം. 4 വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് 4 വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയതും അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയതും ഗൗരി ലക്ഷ്മിബായി ആണ്. ഇനി ഒന്നാമത്തെ നോക്കിക്കോ, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിൽ സംരക്ഷണം നൽകി. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1806 കാലഘട്ടമാണ്. 1806 കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1810 തൊട്ട് 15 വരെയാണ്. 1810 തൊട്ട് 15 വരെയാണ്. അതിൽ ആദ്യത്തെ 3 വർഷം ഭരണാധികാരിയായിട്ടും പിന്നെ റീജന്റ് ഭരണമായിരുന്നു. അപ്പോൾ 1810ഉം 15ഉമാണ് ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം. അപ്പോൾ 1806 ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരുവിതാംകൂറിൽ സംരക്ഷണം നൽകി എന്ന് പറയുന്നത് ഗൗരി ലക്ഷ്മിബായിയായിട്ട് ബന്ധപ്പെട്ടതല്ല. ആ സമയത്ത് ആരായിരുന്നു ഭരണാധികാരി? 1798 1810 കാലഘട്ടത്തിൽ ഭരണാധികാരി ആരായിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കാറുണ്ട്. നമുക്കറിയാലോ ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, പിന്നെ എന്താണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പൊ ഇത് മൂന്നും ഒരു നമ്മുടെ SCR ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാണ്? തിരുവിതാംകൂർ പ്രവർത്തന മേഖലയായിട്ടായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണെങ്കിൽ മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തന മേഖല. അപ്പൊ അത് ഓക്കെ. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് 1904. റഷ്യൻ വിപ്ലവം നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1904-95ആണ്. 1904 ജപ്പാൻ റഷ്യയെ ആക്രമിക്കുന്നതും 1905 യുദ്ധം നടക്കുന്നതും. ഓക്കെ. അടുത്തത് മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണ് മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത്. ഇത് ആരാണ് സ്ഥാപിച്ചത്? എവിടെയാണ് സ്ഥാപിച്ചത്? ഏത് വർഷമാണ്? അത് അത്രയും ഒന്ന് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെയിൽ സ്ഥാപിച്ചതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെയിലാണ് സ്ഥാപിച്ചത്. വർഷം 1905. 1905 ബന്ധപ്പെട്ട് നമ്മൾ തൊട്ട് മുന്നേ ഒരു വർഷം എന്താ പഠിച്ചത്? റഷ്യൻ വിപ്ലവം അല്ലെ? റഷ്യൻ വിപ്ലവം 1904-95 കാലഘട്ടത്തിലായിരുന്നു. ആ 95 വർഷത്തിലാണ് 1995 എന്ത്? സെർവൻസ് ഓഫ് ഇന്ത്യ പൂനെയിലെ ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ചത്. അടുത്തത് വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ആരാണ്? വിഷവൃക്ഷം എന്ന നോവൽ ആരാണ് രചിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് വിഷവൃക്ഷം. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരം അറിയാവുന്ന ഒരു നോവൽ ഉണ്ട്. അത് ഏതാണ്? ആനന്ദമഠം അല്ലെ? ആനന്ദമഠം, സന്യാസി കലാപം, ദേശീയഗീതം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആനന്ദമഠം, സന്യാസി കലാപം, വന്ദേമാതരം, നമ്മുടെ ദേശീയഗീതം അല്ലെ? അങ്ങനെയൊക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലിന്റെ പേരെന്താണ്? ദുർഗേശ നന്ദിനിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ. വർഷം 1865 വർഷവും ഇമ്പോർട്ടന്റ് ഒന്നല്ല, എന്നാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി. പിന്നെ ഒരു നോവൽ എന്താണ്? ആനന്ദമഠം. ഇപ്പൊ വേറെ ഒരെണ്ണം കൂടി നമ്മൾ പഠിച്ചു. എന്താണ്? വിഷവൃക്ഷം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മുസിരീസ്. ഇന്നത്തെ കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരായിരുന്നു അല്ലെ? മുസിരീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം കഴിഞ്ഞ പ്രിലിംസിനും ഉണ്ടായിരുന്നു. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം എന്താണ്? മുസിരീസ് ആണ്. ഈ ഓപ്ഷൻസിലുള്ള 4 പേരുകൾ നിങ്ങൾക്ക് അറിയോ? ബെലിറ്റ എന്ന് പറയുന്നത് വർക്കലയുടെ പഴയ പേരാണ്. നൗറ എന്ന് പറയുന്നത് കണ്ണൂരിന്റെ പഴയ പേരാണ്. നെൽക്കിണ്ട എന്ന് പറയുന്നത് നീണ്ടകരയുടെ പ്രാചീന നാമമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന എന്താണ്? ഓപ്ഷൻ എ ആണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. എല്ലാവർക്കും അറിയാം, PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തത് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ബി. ദാമോദറാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഇപ്പൊ നദികളുടെ അപരനാമങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബംഗാളിന്റെ ദുഃഖം എന്താണ്? ബംഗാളിന്റെ ദുഃഖമാണ് ദാമോദർ. ഒഡീഷയുടെ ദുഃഖം എന്താണ്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ദക്ഷിണഗംഗ എന്താണ്? കാവേരിയാണ് ദക്ഷിണഗംഗ. പാതാളഗംഗ എന്താണ്? കൃഷ്ണയാണ് പാതാളഗംഗ എന്നറിയപ്പെടുന്നത്. ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾക്ക് വേറെയും റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അല്ലേ. നമുക്കൊരു പോയിന്റ് എക്സ്ട്രാ കിട്ടുന്നത് കൊണ്ട് വളരെ നല്ലതല്ലേ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം എവിടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ആണ്, താരാപൂർ ആണ്. താരാപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത്. മഹാരാഷ്ട്ര ജില്ലയിലാണ് ആദ്യത്തെ അണുശക്തി നിലയം. വർഷം 1969. വർഷം 1969 അപ്പോൾ താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയമാണ്. 1969 മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്? നമുക്ക് PSCയുടെ ഹോട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്? ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു ഭാഗം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ആ ഒരു ചോദ്യം അതുപോലെ തന്നെ ആവർത്തിച്ച് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമുക്കൊരു PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യ മേഖലകൾ കിട്ടും, ഏതൊക്കെയാണെന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഓപ്ഷൻ സി ആണ്, മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പോൾ ഓപ്ഷൻസിൽ നമുക്കറിയാം തെർമോമീറ്റർ എന്തിനാണ്? തെർമോമീറ്റർ ഊഷ്മാവ്, താപനില, ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടാണ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. കാറ്റിൻ്റെ വേഗത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അപ്പോൾ വിൻഡ് വെയിൻ എന്താണ്? കാറ്റിൻ്റെ ദിശ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടിയല്ലോ, അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗതയും വിൻഡ് വെയിൻ കാറ്റിൻ്റെ ദിശയ്ക്കുമാണ് ഉപയോഗിക്കുന്നത്. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത്. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ്, ഏപ്രിൽ 22 ആണ്. ലോക ഭൗമദിനം ആചരിക്കുന്നത് ഏപ്രിൽ 22 ആണ്. 2025 ലോക ഭൗമദിനത്തിന്റെ തീം എന്തായിരുന്നു? അവർ പവർ അവർ പ്ലാനറ്റ്. അവർ പവർ അവർ പ്ലാനറ്റ് എന്നായിരുന്നു 2025 ലോക ഭൗമദിനത്തിന്റെ തീം. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. അതാരാണ് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്? PC മഹലനോബിസ് അല്ലെ. PC മഹലനോബിസുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ഒരു സെയിം ചോദ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടായിരുന്നു അല്ലേ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നേ ഉള്ളൂ, സംഭവം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ്. ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ആവർത്തിച്ച് വരുന്ന മേഖല മനസ്സിലാക്കാൻ സാധിക്കും. വേണ്ട. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, ഇതിലേതാണ് PC മഹലനോബിസുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം എന്നാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് PC മഹലനോബിസ് അല്ലേ. പിന്നെ മഹലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അത് ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലേ. മഹലനോബിസ് കൽക്കട്ടയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാങ്കെ എന്ന ജേണൽ ആരംഭിച്ചത് മഹലനോബിസ് ആണ്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 2ാമത്തെയാണ്. അപ്പം 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മോഡൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ 2ാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞത് തെറ്റാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. ഭൂപരിഷ്കരണത്തിന്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ. ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി
ബന്ധമുള്ള പ്രസ്താവനകളാണ് നമ്മളിപ്പോൾ സമാധാനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ എക്സാം ഹോളിൽ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് എല്ലാം മൊത്തത്തിൽ കിളി പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മളൊന്ന് സമാധാനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും കിട്ടുന്ന ഒരു ഉത്തരവാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കാം അല്ലേ. ഭൂമിയിൽ അധ്വാനിക്കുന്നവരിൽ നിന്നും പാട്ടം ചുമത്തുക അതൊരിക്കലും ഭൂപരിധി നിശ്ചയിക്കലുമായിട്ട് ശരിയായിട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. അടുത്തത്, ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഭൂപരിധി നിശ്ചയിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെയാണല്ലോ. ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. അപ്പൊ 2 ശരിയാണ്. 2 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 2 വരുന്ന ഓപ്ഷൻസ് എയും ഡിയും മാത്രമാണ്. ബാക്കി 2 നമുക്ക് വെട്ടിക്കളയാം. 2 വരുന്നത് എയും ഡിയും മാത്രമാണ്. അടുത്തത്, കാർഷിക ഉൽപാദനക്ഷമതയിലെ പ്രാദേശിക അസമത്വം വർദ്ധിപ്പിക്കുക. അപ്പോൾ അസമത്വം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ബന്ധമില്ലാത്ത ആയിരിക്കും. പിന്നെ ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക അല്ലെ. ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഭൂപരിധി നിശ്ചയിക്കലുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. കാരണം ഭൂപരിധി നിശ്ചയിക്കുമ്പോൾ ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുമ്പോൾ കുറച്ച് പേരിലോട്ട് മാത്രം കേന്ദ്രീകരിക്കുന്നത് തടയുമല്ലോ. ഉത്തരം വരുന്നത് 2ഉം 4ഉം ആണ്. 2ഉം 4ഉം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഒരു വലിയ ചോദ്യമാണ്. നീതി ആയോഗിന്റെ ഭരണ പരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. എന്ത് ലക്ഷ്യമാണ് 2047? 2047 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 100 വർഷങ്ങൾ അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 100 വർഷങ്ങളാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം ഏത് ലക്ഷ്യമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വികസിത് ഭാരത്. 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. അപ്പോൾ 2047 വികസിത് ഭാരത് ആയിരുന്നു ലക്ഷ്യമേ. അടുത്തത്, ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം. ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്തതാണ്. ഇതിൽ ഏതായിരിക്കും ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സി ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് ഉദാരവൽക്കരണമല്ല, സ്വകാര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ 3ാമത്തതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 പ്രസ്താവനകളും ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അടുത്തത്, ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായ 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ട് 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 1995 നിലവിൽ വന്ന സംഘടനയാണ് ലോക വ്യാപാര സംഘടന. അടുത്തത്, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടമല്ല, ഹരിത വിപ്ലവത്തിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നത്. ബാക്കി 3 കാര്യങ്ങൾ, അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കമ്പോള മിച്ചം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇതെല്ലാം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കുക. ഹരിത വിപ്ലവം, പഞ്ചവത്സര പദ്ധതി, പിന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഘടന, ഇതൊക്കെ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യങ്ങളാണ്. സോ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി നമുക്ക് നോക്കാം. ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. അത് ശരിയാണോ? ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതും ശരിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? പട്ടേലാണോ? അല്ല, ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ 1, 2, 4 ശരിയാണ്. 1, 2, 4 ഏതാണ്? 1, 2, 4 വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന. മൗലിക അവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഇതിലേതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ്.
ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളെയാണ് നമുക്ക് മൗലിക അവകാശങ്ങൾ എന്ന് പറയാവുന്നത്. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അടുത്തത് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾക്ക് വേണ്ടത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണെന്നാണ്. അതായത് 1ഉം 2ഉം ശരിയാണെന്നാണ് ഉത്തരം വരുന്നത്. അതായത് ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് അല്ലെ? ശരിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തെറ്റിപ്പോയത് നോക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്താണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്താണ്? രാജ്യസഭയാണ്. രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് ഉപരാഷ്ട്രപതി. അപ്പൊ അത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ നമ്മൾ എന്താ പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്ഭവാധികാരം. സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരം ആർട്ടിക്കിൾ 131 ആർട്ടിക്കിൾ 131. അടുത്തത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത്. എന്താണ് വിവേചനാധികാരം? മറ്റൊരാളുടെ പ്രഷർ ഇല്ലാതെ രാഷ്ട്രപതിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് വേറൊരാളുടെയും പ്രഷർ ഇല്ലാതെ സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് രാഷ്ട്രപതിയുടെ വിവേചന അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉൾപ്പെടാത്ത എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെട്ടതല്ല. രാഷ്ട്രപതിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതല്ല. ബാക്കി 3 കാര്യങ്ങൾ, മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കൽ, പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയ ബില്ലുകൾ, അതായത് ധനബിൽ ഒഴികെ ഒപ്പിടാതെ കൈവശം വെക്കൽ അല്ലെങ്കിൽ തിരിച്ചയക്കൽ, പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കൽ, ഇതൊക്കെ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയത്? ഏതിലാണ് ശരിയായി ക്രമപ്പെടുത്തിയത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് ക്രമപ്പെടുത്തിയത്. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം, ഇതെല്ലാം യൂണിയൻ ലിസ്റ്റ് ആണ്. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം, ഇതെല്ലാം യൂണിയൻ ലിസ്റ്റ് ആണ്. പോലീസ് എന്താണ്? പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പോലീസ് സ്റ്റേറ്റ് ആണ്. ആണവോർജം യൂണിയൻ ലിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. റെയിൽവേ എന്താണ്? റെയിൽവേ യൂണിയൻ ലിസ്റ്റ് ആണ്. ജയിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പിന്നെ എന്താണ്? പ്രതിരോധം, കൃഷി എന്താണ്? കൃഷി സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ആണവോർജം പറഞ്ഞു. വിദേശകാര്യ, റെയിൽവേ, പ്രാദേശിക ഗവൺമെന്റുകള് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പിന്നെ തുറമുഖങ്ങൾ വരുമ്പോൾ തുറമുഖങ്ങൾ യൂണിയൻ ലിസ്റ്റ് ആണ്. പക്ഷെ മൈനർ തുറമുഖങ്ങള് കൺകറന്റ് ലിസ്റ്റിലാണ്. അതൊന്ന് ഓർത്തേക്കണം. മൈനർ തുറമുഖങ്ങൾ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഇന്നലെയും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ സി ആണ് PK തുങ്കൻ കമ്മിറ്റി അല്ലെ? PK തുങ്കൻ കമ്മിറ്റിയാണ്. 1888 PK തുങ്കൻ കമ്മിറ്റിയാണ് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. അടുത്തത്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ,
രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കൽ ഇതെല്ലാം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ പ്രാദേശിക ഗവൺമെന്റുകൾ, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ഇവയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ആരാണ് നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത്. അടുത്തത്, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, ലോക് ഭവൻ എന്നാണ്. ലോക് ഭവൻ ആണ് പുതിയ പേര്. പഴയ പേര് എന്തായിരുന്നു? രാജ്ഭവൻ എന്നായിരുന്നു. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് വേണ്ടത്. ഇത് ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ചു തന്നെ പോകാം. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മളുടെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതാണ്, അതുപോലെ തന്നെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. ഇനി കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവായിരിക്കും അല്ലെ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ അത് തെറ്റാണ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് ശരിയാണ്. നമുക്ക് വേണ്ടത് തെറ്റാണ്. തെറ്റ് വരുന്നത് 2 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 29, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്? സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതിയുടെ പേരെന്താണ്? ചങ്ങാതി. അത് ഏത് വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ ഡി ആണ്, കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ചങ്ങാതി. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ചങ്ങാതി. ക്വസ്റ്റ്യൻ പേപ്പറിലെ 30ാമത്തെ ചോദ്യമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത് 3 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇത്? 3 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത്. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത്. അത് കറക്റ്റ് ആണ്. ഇനി 3ാമത്തെ നോക്കിയേ. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ MGNREGS ആരംഭിച്ചത്. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. നമുക്ക് മനസ്സിലായി 1 ശരിയും 3 തെറ്റുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ 3 തെറ്റാണെന്നുള്ളപ്പോൾ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം? 3 ശരിയാണ് എന്ന് പറഞ്ഞത് ഒഴിവാക്കാം. 2ഉം 3ഉം ശരിയാണെന്ന് പറഞ്ഞത് ഓപ്ഷൻ ബിയും ഒഴിവാക്കാം. പിന്നെ 1 ശരിയായതുകൊണ്ട് തന്നെ 1 തെറ്റാണ് എന്ന് പറഞ്ഞതും ഒഴിവാക്കാം. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളുണ്ട്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ 30 ചോദ്യങ്ങൾ. മറ്റേ ചോദ്യപേപ്പറിലും 10 ചോദ്യങ്ങൾ നോക്കിയായിരുന്നു. അങ്ങനെ മൊത്തം 40 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കി. ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.